നമസ്കാരം, റോസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കപ്പ സ്റ്റൂ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കി നമ്മളിവിടെ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത്, ഉപ്പ്, വറ്റൽ മുളക് ഒരു 2-3 എണ്ണം, കുരുമുളക് ഒരു 10-12 എണ്ണം, കടുക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഫ്രഷായി പൊട്ടിച്ച കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നേരത്തെ തിളയ്ക്കാൻ വെച്ച കപ്പ ഇവിടെ തിളച്ച് നമ്മളത് ഊറ്റിക്കളഞ്ഞു. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഇത്രയും കപ്പയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കപ്പയ്ക്ക് എത്ര ആവശ്യമാണോ അത്രയും വെള്ളം ഒഴിക്കാം. ഇനി അതിലേക്ക് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടാവും. നമ്മുടെ കപ്പയൊക്കെ നന്നായി വെന്ത് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി നമ്മുടെ ചെറിയുള്ളി കൂടി ചേർക്കാം. കറിവേപ്പില ഇത്രയും കൂടി നന്നായി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കപ്പ സ്റ്റൂവിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പ സ്റ്റൂവിലിട്ട് നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തുന്ന പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.